MLA മാർ തീരുമാനിക്കട്ടെ. ഹൈക്കമാൻഡ് പറയുകയാണ് തങ്ങൾക്കൊരു നിർദ്ദേശമില്ല. അപ്പോൾ MLA മാർ എന്ത് ചെയ്യും? തങ്ങൾക്ക് തീരുമാനം, അവർ പേടിയാണ്, അവർക്ക് എങ്ങനെ പറയാൻ പറ്റില്ല, അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിതറിപ്പോകും പലപ്പോഴും. അതുകൊണ്ട് MLA മാർക്ക് ഒരു പ്രമേയം പാസ്സാക്കാം. കോൺഗ്രസിൻ്റെ നേതാവ്, നിയമസഭാ കക്ഷി നേതാവ് ആരാകണം എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം തങ്ങൾ ഹൈക്കമാൻഡിന് വിട്ടു നൽകുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് ഒരു പേര് പറയും, ആ പേര് നിയമസഭാംഗങ്ങൾ അംഗീകരിക്കും. ഇതാണ് പൊതുവെ സംഭവിക്കാൻ സാധ്യത, ഏറ്റവും സാധ്യതയുള്ളതാണ്. പക്ഷെ കോൺഗ്രസിലെ നിയമസഭാ കക്ഷിയിലെ അംഗങ്ങൾ ഓരോരുത്തരായി ഹൈക്കമാൻഡ് നിശ്ചയിച്ച പ്രതിനിധികൾക്ക് മുൻപാകെ ഹാജരായി അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? രസകരമായൊരു കാര്യം സംഭവിക്കും. ഇവരെയൊക്കെ ഈ 63 വിജയിച്ച ആളുകളിൽ ഭൂരിപക്ഷം പേരെ, 35 പേരിലധികവും ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ പ്രധാന മുഖമായ, ഹൈക്കമാൻഡ് തന്നെയായ KC വേണുഗോപാലാണല്ലോ. അത് ചെന്നിത്തലയല്ലല്ലോ, അത് VD സതീശനല്ലല്ലോ. അപ്പോൾ ഇവർക്ക് വ്യക്തിപരമായി കൂറും കടപ്പാടുമുള്ളത് KC വേണുഗോപാലിനോടാണ്. പ്രചരണത്തിന് ഫണ്ട് എത്തിച്ച് നൽകിയത് അദ്ദേഹമല്ലേ, സതീശനല്ലല്ലോ. സതീശൻ ഓടി നടന്ന് പ്രസംഗിച്ചതല്ലേ ഉള്ളൂ. പക്ഷേ പ്രചരണത്തിന് ഫണ്ട് വേണം. കേന്ദ്ര ഫണ്ടിൽ നിന്നും കോൺഗ്രസ്സുകാർക്ക് ഓരോ മണ്ഡലത്തിലും വിഹിതം എത്തിച്ചത് KC വേണുഗോപാലല്ലേ. ഈ തന്ത്രങ്ങൾ അണിയറയിൽ നിന്നുകൊണ്ട് മെനഞ്ഞത് KC വേണുഗോപാലല്ലേ. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോഴും ആ തീരുമാനം ആത്യന്തികമായി എടുക്കേണ്ടത് KC വേണുഗോപാലല്ലേ. എന്നാൽ പിന്നെ KC വേണുഗോപാലിൻ്റെ പേര് തന്നെ അങ്ങ് പറഞ്ഞേക്കാം എന്ന് ചിന്തിച്ചു കൂടായികയില്ല. അങ്ങനെയാണ് ഈ ഒന്നൊന്നായി ചിന്തിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാലിൻ്റെ പേര് പറയാതിരിക്കാനുള്ള ധൈര്യം എത്ര കോൺഗ്രസ് MLA മാർക്കുണ്ടാകും എന്നതും ചോദ്യമാണ്. കാരണം ഇവരൊക്കെ ഈ ഹൈക്കമാൻഡ് ദൂതന്മാരായി എത്തുന്നവരൊക്കെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുമെങ്കിലും KCയേക്കാൾ ജൂനിയർ ആളുകളായിരിക്കുമല്ലോ. KC അവരുടെയും കൂടെ ബോസല്ലേ. അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ KCയുടെ പേര് പറയാതെ മറ്റൊരു പേര് പറയാൻ എത്ര കോൺഗ്രസ് MLA മാർ ധൈര്യപ്പെടുമെന്നതാണ് ലോജിക്കൽ ചോദ്യം. പ്രേക്ഷകർ ആലോചിക്കൂ, അങ്ങനെ ഒരു സാഹചര്യം ആലോചിക്കൂ. കോൺഗ്രസിന് പുറത്തു നിന്നും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് ഒരു ആവേശത്തിന് പുറത്താണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു സൂചനയാണെങ്കിൽ, അവിടെ കാണുന്ന കമൻറ്റുകളുടെ സൂചനയാണെങ്കിൽ സതീശന് മേൽക്കൈയുണ്ട്. അത് ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്നില്ല. മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് തീർച്ചയായും സതീശനായിരിക്കാം. പക്ഷേ കോൺഗ്രസ് സാമാജികരാണല്ലോ പ്രധാനം, അതാണല്ലോ രീതി. ആരാണോ നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവായി തിരഞ്ഞെടുക്കണമെന്ന് ഭൂരിപക്ഷം MLA മാരും ചിന്തിക്കുന്നത്, അതൊരു പക്ഷേ ഇവരാരുമല്ല, അത് വേണുഗോപാലായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറഞ്ഞ അവസരമാണ്.